മക്രോണി വെച്ചിട്ട് പലതരം റെസിപ്പീസുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മക്രോണി വെച്ചിട്ട് ആദ്യം തന്നെ ഉണ്ടാക്കിയൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മക്രോണി ആദ്യം തന്നെ ഞാൻ ഉപ്പും അതുപോലെ ഓയിലും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. ചിക്കന് ചെറിയ ക്യൂബായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി നന്നായിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നേരത്തെ ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല പൗഡറാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണേ. ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ ഇതില്ലേ മക്രോണി, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മസാലയും മക്രോണിയും മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ആദ്യം തന്നെ മക്രോണി ഇറങ്ങിയ ആ ഒരു ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മസാല മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്ക്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.